ഹലോ, ഷൈജനും നിഷയുമാണ് മുംബൈയിൽ നിന്ന്. മുംബൈ അൺകവേർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുംബൈയിലെ പ്രശസ്തമായ ഹാജി അലി ദർഗയെ കുറിച്ചാണ്. മുംബൈയിലെ വർലി സീഫേസ് കരയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറി അറബിക്കടലിലാണ് ഈ ദർഗ സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന് ദർഗയിലേക്കുള്ള വഴിയിൽ ദർഗയിൽ വഴിപാടായി സമർപ്പിക്കാനുള്ള ചാദറുകളും പുഷ്പങ്ങളും മറ്റും വിൽക്കുന്ന കടകളാണ്. സാധാരണ രീതിയിൽ ഇവിടെ നിന്നാൽ ദർഗയുടെ മനോഹര ദൃശ്യം കാണാറുള്ളതാണ്. ഇപ്പോൾ ഒരു കോസ്റ്റൽ റോഡിന്റെ പ്രവർത്തനം തുടങ്ങിയതുകൊണ്ട് ഈ റോഡിന്റെ അടിപ്പാത പിന്നിട്ടാലേ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദർഗയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കൂ. കടലിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് മുംബൈയിലെ ഹാജി അലി ദർഗ. ഇസ്ലാമിക സൂഫി പ്രമുഖനായ സയ്യിദ് പീർ ഹാജി അലി ഷാ ബുഖാരിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്താണ് ഈ ദർഗയും പള്ളിയും പണി കഴിപ്പിച്ചിട്ടുള്ളത്. 15-ാം നൂറ്റാണ്ടിൽ പശ്ചിമേഷ്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും അനേകം സൂഫികൾ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ഇസ്ലാമിക സൂഫി പണ്ഡിതന്മാരുടെ ഈറ്റില്ലമായ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽപ്പെടുന്ന ബുഖാറയിലാണ് സയ്യിദ് പീറിന്റെ ജനനം. ആധ്യാത്മിക യാത്രയിൽ വടക്കേ ഇന്ത്യയിൽ എത്തപ്പെട്ട പീർ പിന്നീട് മുംബൈയിൽ താമസിച്ചു പോന്നു. തന്റെ ജീവിതകാലത്ത് പാവപ്പെട്ടവർക്കും മറ്റും കാരുണ്യമായി നിന്ന ഹാജി അലിയെ തേടി നാനാ ദിക്കുകളിൽ നിന്ന് നാനാ മതസ്ഥർ എത്തുമായിരുന്നു. പല അത്ഭുത പ്രവൃത്തികളിലൂടെയും അശരണർക്കും പീഡിതർക്കും സഹായമായി നിന്ന ഹാജി അലിയുടെ മരണശേഷം AD 1431 ഇങ്ങനെയൊരു സ്മാരകം പണി കഴിപ്പിക്കുന്നത്. മുംബൈ തീരത്തു നിന്ന് 1 കിലോമീറ്റർ മാറി കടലിലെ കുഞ്ഞുദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ദർഗയിലേക്ക് കരയിൽ നിന്ന് ബന്ധിപ്പിക്കുന്ന ചെറിയൊരു നടപ്പാത വഴിയാണ് എത്തിച്ചേരാൻ സാധിക്കുക. അധികം ഉയരമില്ലാത്ത ഈ നടപ്പാത വേലിയേറ്റ സമയത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതുകൊണ്ട് ആ സമയങ്ങളിൽ ദർഗയിൽ എത്തിച്ചേരുക ദുഷ്കരമാണ്. നടപ്പാത വെള്ളം കയറിയാലും ദർഗയ്ക്കുള്ളിലേക്ക് വെള്ളം കയറാറില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വ്യാഴം വെള്ളി ദിവസങ്ങൾ ജനസാഗരം കൊണ്ട് ഈ സാഗര വഴിയോരവും ദർഗയും നിറഞ്ഞു കവിയും. എല്ലാ മതവിശ്വാസികൾക്കും പ്രവേശനമുള്ള ദർഗയിൽ ആവലാതിയും വേവലാതിയുമുള്ള സാധാരണക്കാരാണ് അധികവും എത്തുന്നത്. അപകടത്തിലോ മറ്റോ പെട്ട് അംഗവൈകല്യം വന്ന വിവിധ മതസ്ഥരായ യാചകരെ കൊണ്ട് നിറഞ്ഞിരിക്കും എപ്പോഴും ദർഗയിലേക്കുള്ള പാതയോരങ്ങൾ. കഷ്ടതയനുഭവിക്കുന്ന സാധുക്കളായ അവർക്ക് ഇപ്പോഴും ആശ്രയം ഹാജി അലി തന്നെയാണ്. ഇവർക്ക് ഭിക്ഷ നൽകാൻ വേണ്ടി മാത്രമായി ഇവിടെ എത്തുന്ന വിശ്വാസികൾ ഇപ്പോഴുമുണ്ട്. ചില്ലറ തൊട്ടുകൾക്ക് ക്ഷാമമുണ്ടായിരുന്ന പഴയകാലത്ത് ഭിക്ഷക്കാരിൽ നിന്ന് ചില്ലറ ശേഖരിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നവരുമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഒട്ടനവധി ഹിന്ദി സിനിമകളിലെ ഗാനരംഗങ്ങൾ ചിത്രീകരിക്കപ്പെട്ട ഈ സ്ഥലം ഇന്ന് ടൂറിസ്റ്റ് ആകർഷണ ഭൂപടത്തിൽ ഇടം നേടിയിരിക്കുന്നു. വിശ്വാസം എന്തുതന്നെയാകട്ടെ, ഹാജി അലി എന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരിക്കലെങ്കിലും പോകാനും ആ ചരിത്ര സ്മരണകൾ വലയം ചെയ്തിരിക്കുന്ന ഭൂമിയിലെ കാഴ്ചകൾ കാണാനും മുംബൈയിലെത്തുന്ന ഏതൊരാളും ആഗ്രഹിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. തീർച്ചയായും ബോംബെയിലെത്തുന്ന ഏതൊരാളും കാണാൻ ആഗ്രഹിക്കുന്നതും കണ്ടിരിക്കേണ്ടതുമായ ഒരു സ്ഥലമാണ് ഹാജി അലി ദർഗ. മുംബൈയിലെ ഹാജി അലി ദർഗയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മുംബൈ അൺകവേർഡിന്റെ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.